നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ദേശീയപാതയിലെ കുഴിയിൽ വീണ് ലോറി മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. രാഹുൽ സുരേഷ് നൽകും കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ. രാഹുൽ, ഈ ലോറി മറിയാൻ മാത്രമുള്ള വലിയ കുഴിയാണോ ദേശീയപാതയിൽ ഒക്കെ ഉള്ളത്? പ്രജിൻ, സംസ്ഥാനത്തെ കുഴികളും റോഡും വലിയ രീതിയിൽ ചർച്ചയാവുന്നതിനിടെയാണ് കോഴിക്കോട് അല്പം മുമ്പ് ഒരു അപകടം നടന്നിട്ടുള്ളത്. ദേശീയപാതയിൽ കൊയിലാണ്ടി നന്ദിയിൽ 20-ാം മൈലിന് സമീപമാണ് ഈ അപകടം. ഇരട്ടിയിൽ നിന്നും കോഴിക്കോടേക്ക് തടി കയറ്റി വന്ന ഈ ലോറിയാണ് മറിഞ്ഞിട്ടുള്ളത്. ഡ്രൈവർ ഉൾപ്പെടെ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. ഇതിൽ ഈ ലോറി മറിയാനുണ്ടായ സാഹചര്യം വലിയ രീതിയിലുള്ള കുഴിയാണ്. ഈ ദേശീയപാതയിൽ കോഴിക്കോടിനും വടകരയിലും ഇടയിൽ നിർമ്മാണ പ്രവർത്തികൾ നടന്നു വരികയാണ്. പക്ഷേ നിലവിലുള്ള റോഡിൽ പലയിടത്തും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മഴ കൂടി ആരംഭിച്ചതോടെ മഴയും റോഡും കുഴിയും തിരിച്ചറിയാനാവാത്ത സാഹചര്യം കൂടിയുണ്ട്. ഈ കുഴികളിലെല്ലാം വെള്ളം നിറഞ്ഞ സാഹചര്യമാണ്. അതുകൊണ്ട് കൃത്യമായി ഡ്രൈവർമാർക്ക് കുഴി തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതാണ് ഈ അപകടത്തിന് കാരണമായത്. ലോറി ഈ കുഴിയിൽ വീണ ശേഷം ഇടതുഭാഗത്തേക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഏറെ സമയം വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ ഈ ലോറി നേരെയാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഇന്നലെയും ഇന്നുമായി കോഴിക്കോടിനും വടകരയ്ക്കും ഇടയിൽ നിരവധി വാഹനങ്ങളാണ് ചെളിയിലും ഈ ഇത്തരത്തിലുള്ള കുഴികളിലും വീണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത്. പ്രജീൻ, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കുഴിയിൽ വീണ് മറിഞ്ഞത് ബൈക്കല്ല, അത് ഒരു തടി കയറ്റി വന്ന ലോറിയാണ്. അപ്പോൾ അത്രയും വലിയ കുഴിയാണ് ദേശീയപാതയിലുള്ളത് എന്നതാണ് ആ വാർത്തയുടെ ഗൗരവ സ്വഭാവം വ്യക്തമാക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം തിരൂരിൽ നിന്ന് കാണാതായ 17-കാരനെ കണ്ടെത്തി. തിരൂർ സ്വദേശി അബ്ദുൾ ജലീലിന്റെ മകൻ ഡാനിഷ് മുഹമ്മദിനെയാണ് കണ്ടെത്തിയത്. സമീർ ബിൻ കരീം നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. സമീർ, എപ്പോഴാണ്, എവിടെ നിന്നാണ് ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്? പ്രജിൻ, കുട്ടി തന്നെ സ്വയം വീട്ടിലേക്ക് വരികയായിരുന്നു എന്നുള്ളതാണ് വീട്ടുകാർ നമ്മെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഏതാണ്ട് 11:35 കൂടിയാണ് ഈ ഡാനിഷ് മുഹമ്മദ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് ഈ വിദ്യാർത്ഥിയെ കാണാതായത്. വിദ്യാർത്ഥി സ്കൂളിലേക്ക് പോയതായിരുന്നു. പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടി നാടുവിട്ടതായുള്ള സൂചന കുടുംബത്തിൽ ലഭിച്ചത്. അതിന് പിന്നാലെ വലിയ തരത്തിൽ പോലീസും കുടുംബവും എല്ലാം തന്നെ വലിയ തരത്തിലുള്ള തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് വിദ്യാർത്ഥി ഇന്ന് രാത്രിയോട് കൂടി തന്നെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. 24 അടക്കം വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്തുനിന്നും ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി ഗൾഫിൽ നിന്നുള്ള മറ്റു വാർത്തകളിലേക്ക്. കുവൈറ്റിലെ ഫർവാനിയിൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു. അറബ് വംശജനാണ് മരിച്ചത്. സിറിയൻ കുടുംബത്തിലെ ഭർത്താവും ഭാര്യയും 2 കുട്ടികളും ഇവരുടെ ഫ്ളാറ്റിന് സമീപം താമസിച്ചിരുന്ന മറ്റൊരാളുമാണ് മരണമടഞ്ഞത്. അപകടത്തിൽ പരിക്കേറ്റ ചിലർ ഫർവാനി ആശുപത്രിയിൽ ചികിത്സയിലുമുണ്ട്. ഇവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായി ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നു. കുവൈറ്റിൽ ഗാർഹിക വീസയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി സ്ഥാപനങ്ങളിലേക്ക് വീസ മാറ്റാം. പുതിയ നിയമത്തിന് 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അംഗീകാരം നൽകി. ഈ മാസം 14 മുതൽ സെപ്റ്റംബർ 12 വരെയാണ് സമയപരിധി. വീസ മാറ്റം ആവശ്യമായവർ സ്പോൺസേഴ്സിന്റെ കീഴിൽ 1 വർഷം ജോലി പൂർത്തിയാക്കിയിരിക്കണം. 50 ദിനാറാണ് ഫീസ്. ഇതിനു പുറമെ ഓരോ വർഷത്തേക്കുമുള്ള താമസരേഖയ്ക്ക് 10 ദിനാർ വീതം ഫീസ് നൽകണം. അബുദാബിയിൽ അശ്രദ്ധമായി കാറുകൾ പാർക്ക് ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പുമായി അബുദാബി പോലീസ്. എഞ്ചിൻ ഓഫ് ചെയ്യാതെയും പാർക്കിംഗ് മേഖലയ്ക്ക് പുറത്തും വാഹനം നിർത്തുന്നവരിൽ നിന്ന് 500 ദിർഹം പിഴ ഈടാക്കും. വാഹനം ഓഫാക്കാതെ അശ്രദ്ധമായി പാർക്ക് ചെയ്ത് ATMിലും ഷോപ്പിംഗിനും ഉൾപ്പെടെ പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നടപടിയുമായി അബുദാബി പോലീസ് രംഗത്തെത്തിയത്. ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എഞ്ചിൻ ഓഫ് ചെയ്യാതെ പോകുന്നത് വാഹനമോഷണം നടക്കുന്നതിനും ചില സമയങ്ങളിൽ വാഹനം തീപിടിക്കുന്നതിനും കാരണമാകുന്നതായി പോലീസ് അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ വീഡിയോ പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇത്തരക്കാർക്ക് 500 ദിർഹം പിഴ ഈടാക്കും. കൂടാതെ കുട്ടികളെ തനിച്ചിരുത്തി മാതാപിതാക്കൾ ഇത്തരത്തിൽ പുറത്തുപോകുന്നതും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയാണെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. എഞ്ചിൻ ഓഫ് ചെയ്ത് വാഹനം ലോക്ക് ചെയ്തിട്ട് വേണം വാഹനം പാർക്ക് ചെയ്യാനെന്ന് വാഹന യാത്രക്കാരോട് പോലീസ് ഓർമ്മിപ്പിച്ചു. 24 അബുദാബി. ജിദ്ദ സീസൺ ഫെസ്റ്റിവലിന്റെ ഭാഗമായി അമീർ മാജിദ് പാർക്കിൽ നടക്കുന്ന കലാപരിപാടികളും പ്രദർശനങ്ങളും ശ്രദ്ധേയമാവുകയാണ്. 10,000ങ്ങളാണ് പ്രതിദിനം ഇവിടെ എത്തുന്നത്. ജിദ്ദയിലെ ഏറ്റവും വലിയ പാർക്കായ അമീർ മാജിദ് പാർക്ക് ജിദ്ദ സീസൺ ഫെസ്റ്റിവലിന്റെ പ്രധാനപ്പെട്ട പല വിനോദ പരിപാടികൾക്കും വേദിയാകുന്നുണ്ട്.
വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ കലാകാരന്മാർ നൃത്തങ്ങളും അഭ്യാസ പ്രകടനങ്ങളും സംഗീതവുമൊക്കെയായി സന്ദർശകരെ കയ്യിലെടുക്കുന്നു. പെയിന്റിംഗ് പ്രദർശനം, കുട്ടികൾക്കുള്ള വർക്ക്ഷോപ്പുകൾ, ഗെയിമുകൾ, ഫുഡ് സ്റ്റോളുകൾ തുടങ്ങിയവയെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പൂക്കളും വർണ്ണ വെളിച്ചവും ഉപയോഗിച്ച് അവിസ്മരണീയമായ ദൃശ്യവിരുന്ന് ആവോളം ആസ്വദിക്കാം. ഇതിനു പുറമെ വാട്ടർ ഫൗണ്ടെയിനും കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. സാധാരണ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയും വെള്ളിയാഴ്ചകളിൽ രാത്രി 1 മണി വരെയുമാണ് പ്രവേശനം. പ്രവേശനം സൗജന്യമാണെങ്കിലും നേരത്തെ ടിക്കറ്റ് എടുക്കണം. vbook.com, saudievents.sa തുടങ്ങിയ വെബ്സൈറ്റുകൾ വഴിയും ആപ്പ് വഴിയും ടിക്കറ്റുകൾ ലഭിക്കും. കലാ സാംസ്കാരിക വൈവിധ്യങ്ങൾ ഒരുമിച്ച് അനുഭവിക്കാനുള്ള അപൂർവ അവസരമാണ് അമീർ മാജിദ് പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത്. 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ജിദ്ദ സീസൺ ഫെസ്റ്റിവലിന്റെ അവസാനം വരെ ഈ പരിപാടികൾ തുടരും. ജിദ്ദയിലെ അമീർ മാജിദ് പാർക്കിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. സ്കൂൾ, ഓഫീസ്, സ്റ്റേഷനറി സാധനങ്ങളുടെ ഹോൾസെയിൽ വിതരണക്കാരായ നജ്മത്ത് അൽ മൻഹൽ ട്രേഡിംഗ് കമ്പനി ജിദ്ദയിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു. 3000-ലേറെ ഉൽപ്പന്നങ്ങളുള്ള മാസ്കോ എന്ന സ്വന്തം ബ്രാൻഡും ആഗോള പ്രശസ്തമായ മറ്റു ബ്രാൻഡുകളും പ്രദർശനത്തിനുണ്ടായിരുന്നു. സ്കൂൾ ആൻഡ് ഓഫീസ് സ്റ്റേഷനറി ഹോൾസെയിൽ വിതരണ രംഗത്ത് 25 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള സ്ഥാപനമാണ് നജ്മത്ത് അൽ മൻഹൽ ട്രേഡിംഗ് കമ്പനി. ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താനായി ജിദ്ദയിലെ ലെ മെറിഡിയൻ ഹോട്ടലിൽ സംഘടിപ്പിച്ച എക്സിബിഷനിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. 3000-ലേറെ ഉൽപ്പന്നങ്ങളുള്ള സ്വന്തം ബ്രാൻഡായ മാസ്കോ ഉൾപ്പെടെ അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധമായ പല ബ്രാൻഡുകളും പ്രദർശനത്തിനുണ്ടായിരുന്നു. ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച എക്സിബിഷന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് സിഇഒ അലി തോണിക്കടവത്ത് പറഞ്ഞു. ഇന്ത്യൻ പ്രൊഡക്റ്റായ ഡോംസ്, ഫ്ലെയർ, യൂണിമാക്സ്, അതേമാതിരി തന്നെ ഞങ്ങളുടെ ബ്രാൻഡ് മാസ്കോ, കോങ്കോഡ്, ഇതൊക്കെ സൗദി അറേബ്യയിലെ ജനങ്ങളുടെ ഇടയിലേക്കും സ്കൂൾ കുട്ടികൾക്കും ഇടയിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബിസിനസ് മീറ്റോട് കൂടി നമ്മളുടെ പ്രൊഡക്റ്റ് അവയർനെസ് കൂട്ടാൻ നമ്മൾ വിചാരിച്ച മാതിരി തന്നെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വിതരണത്തിന് എത്തിക്കുന്നുണ്ടെന്ന് ജനറൽ മാനേജർ അനീസ് അലി പറഞ്ഞു. നമ്മൾ ചൈനയിൽ നിന്ന് ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ്, ജർമ്മനി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് മാസ്കോൻ്റെ പ്രൊഡക്ട്സ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ സ്കൂൾ സ്റ്റേഷനറിയിൽ നമ്മളടുത്ത് സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ ബാഗ് മുതൽ പെന്ന്, പെൻസിൽ വരെയുള്ള എല്ലാ പ്രൊഡക്ട്സും മാസ്കോയിൽ വരുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ നമ്മൾ കങ്കാരു, ഇന്ത്യയിലെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും നമ്പർ 1 ആയ സ്റ്റാപ്ലർ ആൻഡ് പഞ്ച് ഉപയോഗിക്കുന്ന ഹെവി ഡ്യൂട്ടി സ്റ്റാപ്ലർ, ഹെവി ഡ്യൂട്ടി പഞ്ച് എല്ലാ വിധ മോഡലുകളുമുള്ള കങ്കാരുവിൻ്റെ സൗദിയിലെ 10-15 വർഷമായിട്ട് നമ്മളാണ് സൗദിയിലെ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർ. ജിദ്ദ, റിയാദ്, ദമാം എന്നീ നഗരങ്ങളിൽ ബ്രാഞ്ചുകളും വെയർഹൌസുകളുമുണ്ട്. സൗദിയിലെ എല്ലാ ഭാഗത്തും ഒമാനിലും ഉൽപ്പന്നങ്ങളുടെ വിതരണമുണ്ട്. UAE, ബഹ്റൈൻ എന്നിവിടങ്ങളിലും ഉടൻ ബ്രാഞ്ചുകൾ ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. മുന്നറിയിപ്പില്ലാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കുന്നതിനെതിരെ നിയമ നടപടി ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഖത്തർ KMCC. സർവീസുകൾ റദ്ദാക്കുന്നത് അവധിക്കാലം മുന്നിൽ കണ്ട് നേരത്തെ ടിക്കറ്റ് എടുത്തവരെയും അത്യാവശ്യമായി നാട്ടിലെത്താൻ ഉയർന്ന നിരക്ക് നൽകി ടിക്കറ്റ് എടുത്തവരെയും ഒരുപോലെ ദുരിതത്തിലാക്കുമെന്ന് ഖത്തർ KMCC പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ സമദ് പറഞ്ഞു. വിമാന കമ്പനി അധികൃതരുടെ നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇതെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും KMCC വ്യക്തമാക്കി. ഖത്തർ നേതൃത്വം വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ഭാഗമായി മലയാളം മിഷൻ ഖത്തർ സംസ്കൃതി ചാപ്റ്റർ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ 70-ലധികം കുട്ടികൾ പങ്കെടുത്തു. 3 വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ തനുശ്രീ രാഘവേന്ദ്ര, ഈഷ ധനുൺ അരിമ്പ്രത്തുടി, കൃഷ്ണ അശോക് കുമാർ എന്നിവർ 1ാം സ്ഥാനവും SR കാശിനാഥ്, അധീന ഫിലിപ്പ് എന്നിവർ 2ാം സ്ഥാനവും ഗൗരി റജി, തീർത്ഥ, രേഷ്മ, സൂരജ് എന്നിവർ 3ാം സ്ഥാനവും നേടി. ICCയിൽ നടന്ന ചടങ്ങിൽ വിജയികൾക്കുള്ള സമ്മാനദാനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ISC പ്രസിഡന്റ് EP അബ്ദുറഹ്മാൻ, സംസ്കൃതി മലയാളം മിഷൻ ഭാരവാഹികൾ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഫെഡറേഷൻ ഓഫ് ശ്രീനാരായണ ഗുരു ഓർഗനൈസേഷൻസ് നോർത്ത് അമേരിക്ക ശ്രീനാരായണ ഗ്ലോബൽ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു. കണക്റ്റിക്കറ്റിലെ സ്റ്റാംഫോർഡിലുള്ള ഹിൽട്ടൺ ഹോട്ടലിൽ ഈ മാസം 11 മുതൽ 14 വരെയാണ് കൺവെൻഷൻ. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് പ്രസിഡന്റ് സജീവ് ചെന്നാട്ടും സെക്രട്ടറി ശ്രീമതി രേണുക ചിറക്കുഴിയിലും അറിയിച്ചു.
ഖത്തറിലെ മലയാളികളുടെ സാംസ്കാരിക കൂട്ടായ്മയായ പ്രവാസി ദോഹ ഏർപ്പെടുത്തിയ 27ാമത് ബഷീർ പുരസ്കാരത്തിന് ശില്പി കാനായി കുഞ്ഞിരാമൻ അർഹനായി. 50,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. തിരൂർ തുഞ്ചൻ പറമ്പിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. പുരസ്കാര ജേതാവിന്റെ ഗ്രാമത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥിക്ക് MN വിജയൻ സ്കോളർഷിപ്പായി 15,000 രൂപയും നൽകും. ജീവിതം കൊണ്ട് മാനവികത പകർന്നു നൽകിയ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് മാധ്യമപ്രവർത്തകൻ അഷ്റഫ് തൂണേരി. പ്രവാസി ദോഹ സംഘടിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീർ ദിനാചരണ ചടങ്ങിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. നോർക്ക ഡയറക്ടർ CV റപ്പായി അധ്യക്ഷനായി. AK ഉസ്മാൻ അഷ്റഫ് തൂണേരിക്ക് ഉപഹാരം നൽകി. KM വർഗീസ് സ്വാഗതവും ഇഖ്ബാൽ ചേറ്റുവ നന്ദിയും പറഞ്ഞു. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണത്തിൽ കുറവില്ല. 11,050 പേർ ഇന്ന് ചികിത്സ തേടി. 3 പേർ പനി ബാധിച്ച് മരിച്ചു. 5 ദിവസത്തിനു ശേഷമാണ് ആരോഗ്യവകുപ്പ് രോഗികളുടെ കണക്ക് പ്രസിദ്ധീകരിച്ചത്. സർക്കാർ ആശുപത്രികളിൽ പനിക്ക് ചികിത്സ തേടിയെത്തുന്നത് പ്രതിദിനം 10,000-ലധികം രോഗികളാണ്. ഇന്ന് 11,050 പേർ പനി ബാധിതരായി. 3 പേരാണ് പനി ബാധിച്ച് മരിച്ചത്. 159 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചപ്പോൾ 420 പേർ ഡെങ്കി ലക്ഷണങ്ങളോടെ ചികിത്സ തേടി. 42 പേർക്ക് H1N1, 32 പേർക്ക് മഞ്ഞപ്പിത്തവും 8 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിലാണ് പനി ബാധിതർ ഏറെയും. തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രതിദിന രോഗികൾ 1000 കടന്നു. ഈ മാസം ഡെങ്കി കേസുകളുടെ വ്യാപനം കൂടുമെന്ന് ആരോഗ്യവകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി രോഗികളുടെ കണക്ക് സംബന്ധിച്ചുള്ള വിവരം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. ഇന്ന് രാവിലെയോടെയാണ് 30-ാം തീയതിക്ക് ശേഷമുള്ള രോഗികളുടെ കണക്ക് വെബ്സൈറ്റിൽ നൽകിയത്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷന്റെ നിർണായക ഉത്തരവ്. വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കാത്ത വിവരങ്ങൾ പുറത്തുവിടാനാണ് വിവരാവകാശ കമ്മീഷണർ A. അബ്ദുൽ ഹക്കീം ഉത്തരവിട്ടത്. വിവരാവകാശ കമ്മീഷണറുടെ മാർഗനിർദ്ദേശമനുസരിച്ച് റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒടുവിൽ വെളിച്ചം വീഴുന്നു. മുൻനിര നായകമാർ മുതൽ സാങ്കേതിക പ്രവർത്തകരായ സ്ത്രീകൾ വരെ സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഹേമ കമ്മീഷൻ പഠിച്ചത്. സമഗ്രമായ അന്വേഷണത്തിനൊടുവിൽ 2019 ഡിസംബർ 31 റിപ്പോർട്ട് നൽകി. സിനിമാ മേഖലയിലെ പല പ്രമുഖർക്കുമെതിരെ പരാമർശമുണ്ടെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെ സർക്കാർ റിപ്പോർട്ട് പൊഴുത്തി. വ്യക്തികൾക്കെതിരെ മൊഴിയുണ്ടെന്ന സൂചനകൾ ശരിവെച്ചുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. റിപ്പോർട്ടിലെ വ്യക്തിവിവരങ്ങൾ ഉൾക്കൊള്ളുന്ന പാരാഗ്രാഫുകൾ ഒഴിവാക്കി അപേക്ഷകർക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകണം. ജൂലൈ 25-നകം ഉത്തരവ് നടപ്പിലാക്കണമെന്നാണ് നിർദ്ദേശം. കമ്മീഷണർ ആരെയും പേരെടുത്ത് വിമർശിച്ചിട്ടില്ലെന്നും സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം നിയമപരമായി പഠിച്ചിട്ട് ഏതൊക്കെ കാര്യങ്ങൾ പുറത്തുവിടണം എന്നത് സംബന്ധിച്ച് തീരുമാനിച്ച് അത് പുറത്തുവിടും. ഒരു വ്യക്തിയെ പേരെടുത്ത് ഹേമ കമ്മീഷൻ പറഞ്ഞിട്ടില്ല. ചില സംശയങ്ങൾ, ചില സാഹചര്യ തെളിവുകളൊക്കെയാണ് അവർ പറയുന്നത്. അത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നിയമം അനുസരിച്ച് ഒരു കേസിനോ മറ്റു കാര്യങ്ങളോ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ WCC മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. 24, തിരുവനന്തപുരം. KSEB ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിനെതിരെ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിന്റെ മാതാപിതാക്കളാണ് തിരുവമ്പാടി KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത്. കുഴഞ്ഞു വീണ അജ്മലിന്റെ പിതാവ് റസാഖിനെ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. അജ്മൽ ചെയ്ത തെറ്റിന് പിതാവ് റസാഖിന്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിലാണ് പ്രതിഷേധമുണ്ടായത്. പിതാവ് റസാഖും മാതാവ് മറിയയുമാണ് പ്രതിഷേധിച്ചത്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാതെ മടങ്ങില്ലെന്ന് ഇവർ നിലപാടെടുത്തു. അതിനിടെ റസാഖ് കുഴഞ്ഞു വീണു. ഇദ്ദേഹത്തെ തിരുവമ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത് ശക്തമായ സന്ദേശം നൽകാനെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. അതിക്രമങ്ങളിൽ ഒരിക്കലും വകവെച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിക്രമങ്ങൾ ചെയർമാൻ ശക്തമായ നടപടിയെടുത്തിട്ടുണ്ട്. അത് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ പരിഹരിക്കാം. അങ്ങനെ കുറേ ആളുകൾ അടയ്ക്കാതിരുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിൻ്റെ ഒരു നിയമവശമായിട്ട് ഇത്ര ദിവസം കഴിഞ്ഞാൽ വിച്ഛേദിക്കുന്നുണ്ട്. അതുപോലെ ചെയ്തു എന്നേ ഉള്ളൂ. കണക്ഷൻ കൊടുത്തിട്ടും ഒരു ധിക്കാരപരമായ ഒരു നിലപാടല്ലേ എടുത്തത്. അങ്ങനെയാണെങ്കിൽ ജീവനക്കാർക്ക് നാട്ടിലിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി വരില്ലേ? വ്യാഴാഴ്ചയാണ് ബിൽ തുക അടയ്ക്കാത്തതിന് UC അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. പണം അടച്ചതോടെ വെള്ളിയാഴ്ച വൈദ്യുതി പുനഃസ്ഥാപിച്ചു. അജ്മലും സഹോദരൻ ഷഹദാദും ഇന്ന് രാവിലെ തിരുവമ്പാടിയിലെ KSEB ഓഫീസിലെത്തി അക്രമം നടത്തി. അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു.
ഇതിനു പിന്നാലെ വൈകിട്ട് വീണ്ടും വൈദ്യുതി വിച്ഛേദിക്കുകയായിരുന്നു. 24 കോഴിക്കോട്. കാര്യവട്ടം ക്യാമ്പസ് സംഘർഷത്തിൽ SFI പ്രവർത്തകരെ സംരക്ഷിച്ച് VC-ക്ക് രജിസ്ട്രാറിന്റെ റിപ്പോർട്ട്. സംഘർഷം ആസൂത്രിതമല്ലെന്നും വാക്കേറ്റം സംഘർഷത്തിലേക്ക് നീണ്ടതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ക്യാമ്പസിൽ ഇടിമുറികൾ ഇല്ലെന്നും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണെന്ന് പരിക്കേറ്റ KSU പ്രവർത്തകൻ സാൻജോസ് ആരോപിച്ചു. കേരള സർവകലാശാല രജിസ്ട്രാർ ഇന്നാണ് വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് കൈമാറിയത്. കാര്യവട്ടം ക്യാമ്പസിൽ KSU SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. പുറത്തുനിന്ന് ജോഫിൻ എന്ന വ്യക്തി ക്യാമ്പസിൽ വന്നതിനെ ചൊല്ലിയാണ് തർക്കമെന്ന് റിപ്പോർട്ടിലുണ്ട്. വിദ്യാർത്ഥിനിയായ സഹോദരിയെ കോളേജിലെത്തിക്കാനാണ് ജോഫിൻ എത്തിയത്. ജോഫിനും സഹോദരിയും സാൻജോസും ഒരു ബൈക്കിലാണ് ക്യാമ്പസിലെത്തിയത്. ജോഫിൻ ഒറ്റയ്ക്ക് തിരികെ പോകുമ്പോൾ ഹോസ്റ്റലിനടുത്ത് വെച്ച SFI പ്രവർത്തകർ തടയുകയും താക്കോൽ ഊരിയെടുക്കുകയും ചെയ്തു. ഇതറിഞ്ഞാണ് സാൻജോസ് എത്തുന്നത്. തർക്കമായതോടെ ഇരുഭാഗത്തും കൂടുതൽ പേരെത്തി. തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ സാൻജോസിനും SFI പ്രവർത്തകൻ അഭിജിത്തിനും പരിക്കേറ്റു. സാൻജോസിനെ ഇടിമുറിയിൽ കൊണ്ടുപോയെന്ന ആരോപണത്തിന് തെളിവില്ല. ആരോപണമുയർന്ന 121 നമ്പർ മുറി ഒരു ഗവേഷക വിദ്യാർത്ഥിയുടേതാണ്. ഈ ഭാഗത്തെ CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമാണെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ രജിസ്ട്രാറുടെ റിപ്പോർട്ട് വാസ്തവവിരുദ്ധമെന്ന് സാൻജോസ് ആരോപിച്ചു. ആ റിപ്പോർട്ട് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി ആരുടെയൊക്കെയോ സമ്മർദ്ദം കൊണ്ട് അധ്യാപകർ ചെയ്തിരിക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഫോൺ വഴിയാണ് അവർ അധ്യാപകരിൽ നിന്ന് മൊഴിയെടുത്തത്. അത് പ്രകാരം ഞാൻ അവരോട് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല അവരതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അധ്യാപകരിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നില്ലെന്നും അന്വേഷിച്ച അധ്യാപകർ ഇടത് സംഘടനാ അംഗങ്ങളാണെന്നും സാൻജോസ് ആരോപിച്ചു. 24 തിരുവനന്തപുരം. ഇവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പാനൂർ ബോംബ് സ്ഫോടന കേസിൽ 2 പ്രതികൾക്ക് കൂടി ജാമ്യം അനുവദിച്ചു. DYFI പ്രവർത്തകരായ സായൂജ്, അമൽ ബാബു എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. കേസിൽ ഇതുവരെ 5 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. 90 ദിവസത്തിനകം കുറ്റപത്രം നൽകാത്തതിന്റെ ആനുകൂല്യത്തിലാണ് പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത്. ഇന്നലെ 3 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. അരുൺ, ഷിബിൻലാൽ, അതുൽ എന്നിവർക്കാണ് ഇന്നലെ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നൽകിയത്. വ്യത്യസ്ത ദിനങ്ങളിൽ അറസ്റ്റിലായതിനാൽ 90 ദിവസം പൂർത്തിയാകുന്ന മുറയ്ക്ക് ബാക്കിയുള്ള പ്രതികൾക്കും സ്വാഭാവിക ജാമ്യത്തിന് അർഹത നേടാനാകും. ഫോറൻസിക് ഫലം ലഭിക്കാത്തതാണ് കുറ്റപത്രം വൈകാൻ കാരണമെന്നാണ് പോലീസിന്റെ വാദം. കഴിഞ്ഞ ഏപ്രിൽ 5-നായിരുന്നു പാനൂർ മുളിയത്തോട് ബോംബ് നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ കൈവേലിക്കൽ സ്വദേശി ഷെറിൻ കൊല്ലപ്പെട്ടിരുന്നു. ഷെറിനടക്കം 15 പേരെയാണ് കേസിൽ പ്രതി ചേർത്തത്. പ്രതികൾ DYFI, CPIM പ്രവർത്തകരോ അനുഭാവികളോ ആണ്. 24 കണ്ണൂർ. പത്തനംതിട്ടയിൽ BJP വിട്ട കാപ്പ പ്രതിയെ CPIM മാലയിട്ട് സ്വീകരിച്ചതിൽ വിവാദം. ന്യായീകരിച്ച് CPIM-ഉം വിമർശിച്ച് BJP-യും രംഗത്തുവന്നു. പാർട്ടിയിലെത്തിയ ശരൺചന്ദ്രന്റെ പേരിൽ രാഷ്ട്രീയ കേസുകൾ മാത്രമാണുള്ളതെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞു. ക്രിമിനലുകളെയാണ് CPIM സ്വീകരിച്ചതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചു. കഴിഞ്ഞ മാസം ജയിലിൽ നിന്നിറങ്ങിയ ശരൺചന്ദ്രൻ ഉൾപ്പെടെ BJP വിട്ടെത്തിയ 60ഓളം പേർക്കാണ് പത്തനംതിട്ട കുമ്പഴയിൽ CPIM സ്വീകരണം നൽകിയത്. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ശരൺ ഉൾപ്പെടെയുള്ളവരെ മാലയിട്ട് സ്വീകരിച്ചത് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. CPIM പ്രവർത്തകരുമായുള്ള സംഘർഷവും സ്ത്രീകൾക്കെതിരായ അതിക്രമവും ഉൾപ്പെടെ 20ഓളം കേസുകളിൽ പ്രതിയായ ശരണിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് വിവാദമായതോടെ ന്യായീകരണം. കാപ്പ നിയമപ്രകാരം ശരണിന് താക്കീത് നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും സ്ത്രീക്കെതിരായ അതിക്രമ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും KP ഉദയഭാനു. ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായതിൽ നിന്ന് അതിൽ നിന്ന് മോചനമായി കഴിഞ്ഞാലും മാധ്യമങ്ങൾ അവരെ വിടില്ല എന്നുള്ളതാണ്. സാമൂഹ്യ വിരുദ്ധൻ എന്ന് പറയുന്നത് പൊതുപ്രവർത്തകരുടെ പേരിൽ എടുക്കേണ്ട കേസല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കും. നേരിന്റെ പാതയിലേക്ക് എത്തുന്നവരെ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് മന്ത്രി വീണ ജോർജ്. CPIM-നെ സംബന്ധിച്ചിടത്തോളം, പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. അപ്പോൾ അവർ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ മുൻപ് അവർ തെറ്റായ രാഷ്ട്രീയവും തെറ്റായ രീതികളും പിന്തുടർന്നവരാണെങ്കിൽ അത് ഉപേക്ഷിച്ച് അവർ ശരിയായ രീതിയിലേക്ക് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ ചെങ്കൊടി ഏന്താനായിട്ട് തയ്യാറായി വന്നിട്ടുള്ളത്. അത് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. തെറ്റ് ചെയ്തതിന്റെ പേരിൽ BJP ഒഴിവാക്കിയവരെയാണ് CPIM ഹരിചന്ദ്രനെ പോലെ സ്വീകരിച്ചതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. ശരൺചന്ദ്രനെ സ്വീകരിച്ചതിൽ CPIM-ൽ തന്നെ ഒരു വിഭാഗത്തിന് കടുത്ത അമർഷമുണ്ട്. ക്രിമിനൽ ബന്ധമുള്ളവരെ പാർട്ടി സംരക്ഷിക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ദിവസം തന്നെയാണ് പത്തനംതിട്ടയിലെ നേതൃത്വം കാപ്പ കേസ് പ്രതിയെ മാലയിട്ട് സ്വീകരിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പത്തനംതിട്ട. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.